ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും ഡെയിലി 8 മണിക്കിടുന്ന കറണ്ട് അഫെയർ സെക്ഷനാണിത്. ഇത് സെറ്റ് 23 അപ്പോൾ ഇതിനു മുമ്പത്തെ എല്ലാ സെറ്റും എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ സെക്ഷനിലും 10 ക്വസ്റ്റ്യൻസ് വീതമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 10 ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിൻ്റെ ഉത്തരം നോക്കുക, അതിനുശേഷം പഠിക്കുക, അതിനുശേഷം ചോദ്യവും ഉത്തരവും ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം കറണ്ട് അഫെയർ ആണ്, മറന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എക്സാം ഒക്കെ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലോട്ട് പോവാം. അതിനു മുമ്പ് ക്ലാസ് യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദേശീയ ശാസ്ത്ര ദിനം 2020 പ്രമേയം. വുമൺ ഇൻ സയൻസ്. ദേശീയ ശാസ്ത്ര ദിനം 2020 പ്രമേയം വുമൺ ഇൻ സയൻസ് എന്നതാണ്. കൂടാതെ ദേശീയ ശാസ്ത്ര ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഫെബ്രുവരി 28 അതിനൊരു കാരണം കൂടിയുണ്ട്. 1928 ഫെബ്രുവരി 28 സർ CV രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചത്. അതിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനമൊക്കെ ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ആചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു: ദേശീയ ശാസ്ത്ര ദിനം 2020 പ്രമേയം വുമൺ ഇൻ സയൻസ്. രണ്ടാമത്തെ ചോദ്യം: വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2020 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2020 ഇന്ത്യയുടെ സ്ഥാനം 144. ഒന്നാമത് ഫിൻലാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2020 ഇന്ത്യയുടെ സ്ഥാനം 140. ആ ഒരു റിപ്പോർട്ടിൽ ഒന്നാമത്, അതായത് ഏറ്റവും ഹാപ്പിയായ ഒരു രാജ്യം എന്ന് പറയുന്നത് ഫിൻലാൻഡ് ആണ്. മൂന്നാമത്തെ ചോദ്യം: 2019-2020 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചാമ്പ്യൻ സൗരാഷ്ട്ര. റണ്ണറപ്പ് ബംഗാൾ. 2019-2020 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചാമ്പ്യൻ സൗരാഷ്ട്രയാണ്. അതിന് റണ്ണറപ്പ് ആയത് ബംഗാൾ. നാലാമത്തെ ചോദ്യം: നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവൽ. നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവൽ. അഞ്ചാമത്തെ ചോദ്യം: ഒരു ലോകകപ്പ് ക്രിക്കറ്റിൽ 5 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം. ഒരു ലോകകപ്പ് ക്രിക്കറ്റിൽ 5 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം രോഹിത് ശർമ്മ. നമ്മൾ തൊട്ടു മുമ്പത്തെ സെക്ഷനിൽ പഠിച്ചിരുന്നു, ഒരു ലോകകപ്പ് ക്രിക്കറ്റിൽ തുടർച്ചയായി 5 അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാന്ന്. അത് പഠിച്ചിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. തൊട്ടു മുമ്പത്തെ പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം: ഒരു ലോകകപ്പ് ക്രിക്കറ്റിൽ 5 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം രോഹിത് ശർമ്മ. ആറാമത്തെ ചോദ്യം: ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 വനിതാ വിഭാഗം ചാമ്പ്യൻ സോഫിയ കെനിൻ. ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 വനിതാ വിഭാഗം ചാമ്പ്യൻ സോഫിയ കെനിൻ അമേരിക്ക താരമാണ്. റണ്ണറപ്പ് ഗർബീന മുഗുരുസ സ്പാനിഷ് താരമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 വനിതാ വിഭാഗം ചാമ്പ്യൻ ആരാന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഏഴാമത്തെ ചോദ്യം: ISRO വിക്ഷേപിച്ച് ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹത്തിന് രൂപം നൽകിയ സ്ഥാപനം. സ്പേസ് കിഡ്സ് ഇന്ത്യ. ചെന്നൈ ആസ്ഥാനമായ സ്പേസ് കിഡ്സ് ഇന്ത്യയാണ് ISRO വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമായ കലാംസാറ്റ് V2 ഉപഗ്രഹത്തിന് രൂപം നൽകിയത്. കൂടാതെ കലാംസാറ്റ് V2വിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1.26 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ISRO വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ് V2 ആണ്. അതിന് രൂപം നൽകിയ സ്ഥാപനം ചെന്നൈ ആസ്ഥാനമായ സ്പേസ് കിഡ്സ് ഇന്ത്യയാണ്. എട്ടാമത്തെ ചോദ്യം: ISROയുടെ 50ാമത് PSLV ദൗത്യം ഏതാണ്? റിസാറ്റ് 2B-R1. ISROയുടെ 50ാമത് PSLV ദൗത്യം റിസാറ്റ് 2B-R1. ഒമ്പതാമത്തെ ചോദ്യം: ആന്ധ്ര ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് ഏത് ബാങ്കുമായാണ് ലയിപ്പിച്ചത്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനം നടന്നു. ആ ഒരു ബാങ്ക് ലയനത്തിൽ ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ഏത് ബാങ്കുമായാണ് ലയിപ്പിച്ചത്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായാണ് ലയിപ്പിച്ചത്. പത്താമത്തെ ചോദ്യം: സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൗൺസിലിംഗ് പദ്ധതി ഏതാണ്? ഒപ്പം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൗൺസിലിംഗ് പദ്ധതി ഏതാണ്? ഒപ്പം.
അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്കൊരു ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കേരള 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും കാണുക, അവർക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്